ഇത് കടേൻ്റെ മുമ്പിലല്ലേ വെച്ചിന് സ്റ്റേ കമ്പി തേച്ചും കടേൻ്റെ ഉള്ളിലല്ലേ പോയിരിക്കുന്നത്, കാണുന്നില്ലേ? അതുപോലെ തന്നെ ഇത് ഏത് സമയത്തും പോകില്ലേ, മറിഞ്ഞു പോകില്ലേ, കാണുന്നില്ലേ? ഇതിന് ചോടൊക്കെ കാണുന്നില്ലേ? എന്തൊരു അവസ്ഥയിലാണ് ഉള്ളത്. വളരെ ദയനീയമാണ്. അതുകൊണ്ട് എന്തെങ്കിലും കാരണവശാൽ ഇത് മാറ്റി കൊടുക്കുക തന്നെ വേണം. ഓട്ടോ സ്റ്റാൻഡാണല്ലോ. ഓട്ടോ സ്റ്റാൻഡാണ് ഇത്. ഒരു 10-24 വണ്ടി ഇവിടുന്ന് ഓടുന്നുണ്ട്. അത്രയും ഓട്ടോക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഇവർ ഓട്ടോ വീട് വെക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ നിന്ന് പോകാനോ വരാനോ മറ്റ് വാഹനങ്ങൾക്ക് പോകാനോ ഒന്നും ഒരു സൗകര്യമില്ല. വളരെ വിഷമമാണ്. ആറളം പഞ്ചായത്തിലെ ചെടുക്കളം ടൗണിലെ ഒരു ട്രാൻസ്ഫോമറാണിത്. റോഡ് നവീകരിച്ചതോടെ ഒരു മൺതിട്ടയിലാണ് ഇത് നിൽക്കുന്നത്. അതും കടയുടെ വരാന്തയിലേക്ക് വലിച്ചു കെട്ടിയ സ്റ്റേ വയറിന്റെ ബലത്തിൽ. ഒരു സംരക്ഷണ കവചം പോലുമില്ലാതെ. ഇത് ഒരു 25-30 വർഷമായി ഇവിടെ. ഈ കാലയളവിൽ ഇത് മാറ്റിയിട്ടില്ല. മാറ്റാൻ ഇവരോട് പറയുന്നു. അധികാരികൾ വരും, ഇവരിങ്ങനെ നോക്കും, കൊണ്ടുപോകും, പിന്നെയും വരും, പിന്നെയും നോക്കും. ഓരോരുത്തർ ഇങ്ങനെ മാറി പോകുക എന്നല്ലാതെ ഇതിനൊരു മാറ്റം ഇതുവരെ ഇട്ടില്ല. ഈ ടൗണിൽ നിന്ന് ഇതൊന്ന് മാറ്റി കിട്ടിയാൽ വളരെ നല്ലതാണ്. ഒരുപാട് ഡേഞ്ചറാണ്. വണ്ടികളും കുട്ടികളും, ഒരുപാട് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതാണ്, നടന്ന് ഇതുവഴി പോകുന്നു. ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും അവർ ഇതുവരെ മൈൻഡ് ചെയ്തിട്ടില്ല. അവർ പറയുന്നത് 2 ലക്ഷം അടക്കണം, 3 ലക്ഷം അടക്കണം, എന്നാലേ നമ്മൾ മാറ്റൂ എന്നൊക്കെ അവർ പറയുന്നത്. അതിപ്പോൾ നാട്ടുകാരെ കൊണ്ട് മാറ്റിക്കാൻ പറ്റുമോ? അത്രയും പൈസ ഉണ്ടാക്കണ്ടേ? ആ ഒരു വിഷമം കൊണ്ട്, ഭയങ്കര വിഷമമുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു കാരണം, എന്ത് കാരണവശാലും ഇതൊന്ന് മാറ്റി തരേണ്ടതാണ്. അവിടെ ഇവിടെയായി കെട്ടിവെച്ച കമ്പികളുടെ അവസ്ഥയും പരിതാപകരമാണ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് സ്കൂളും പ്രവർത്തിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും അപകടാവസ്ഥയിലായ ട്രാൻസ്ഫോമറിന്റെ സമീപത്തുകൂടിയാണ് കടന്നു പോകുന്നത്. സ്ഥലപരിമിതിയുള്ള ടൗണായതിനാൽ ഓട്ടോറിക്ഷകൾ ഇതിന്റെ സമീപത്താണ് നിർത്തിയിടുന്നതും. ഞങ്ങളിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളാണ്. ഞങ്ങൾ കുറേ കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ മൺതിട്ടയുടെ മുകളിൽ നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമർ ഒന്ന് മാറ്റി സ്ഥാപിക്കണമെന്ന്. ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് 2.5 മീറ്ററോളം കുഴി റോഡ് കാത്തിട്ടുണ്ട്. റോഡ് കാത്തി കഴിഞ്ഞപ്പോൾ ഒരു 1/2 മീറ്റർ മുകളിലായി ഈ ട്രാൻസ്ഫോമർ നിൽക്കുന്നത്. ഇപ്പോൾ മൺതിട്ടയുടെ മുകളിലുള്ള ഇത് കൂടി വന്നാൽ ഒരു 1/2 മീറ്റർ ആഴം കൂടെ ഈ ട്രാൻസ്ഫോമറിനുള്ളൂ, ഇത് തൂണിനുള്ളൂ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി തരണമെന്ന് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. പക്ഷേ യാതൊരുവിധ സഹകരണവും അധികാരിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് ഉണ്ടാകുന്നില്ല. ഇത് നാളെ ഇതുവരെ കണ്ടുവരുന്നത് എവിടെയെങ്കിലും എന്തെങ്കിലും അപകടങ്ങൾ വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ ഇത് മറിഞ്ഞു വീണ് ഇനി വല്ല ആൾനാശമോ മറ്റ് നാശനഷ്ടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മാത്രമേ അധികാരികൾ അനങ്ങുകയുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് മാറ്റി സ്ഥാപിക്കാൻ മറ്റു സ്ഥലത്ത് ആൾക്കാർക്ക് സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിച്ച് ഞങ്ങളുടെ സ്കൂൾ പിള്ളേരെല്ലാം പോകുന്ന വഴിയാണിത്. ഈ ഇടവഴി കൂടെയൊക്കെ പിള്ളേർ പോകുന്നതാണ്. ആ പിള്ളേർക്കെല്ലാം ഒരു അപകടം ഉണ്ടായി, നാശം വരാതെ ഏറ്റവും പെട്ടെന്ന് ഇത് മാറ്റി സ്ഥാപിച്ചാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സമീപത്ത് തന്നെ ട്രാൻസ്ഫോമർ സ്ഥാപിക്കാൻ സൗകര്യമുണ്ടായിട്ടും അപകടാവസ്ഥയിലായ ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയാത്തതിനാൽ വ്യാപക പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. ഈ ട്രാൻസ്ഫോമർ ഈ ടൗണിലെ ഓട്ടോ തൊഴിലാളികൾക്ക് മാത്രമല്ല, ഈ ടൗണിലെ കച്ചവടക്കാർക്കും ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കും വളരെ ഭീഷണി നിർത്തുന്നൊരു സംഭവമാണ്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഉത്തരവുണ്ട്, പൊതുജനങ്ങൾ എത്തുന്ന ഭാഗത്ത് ഇതിനുള്ളിൽ ഒരു ധനകാര്യ സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു CSC സെൻറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല ബിൽഡിംഗ് കോംപ്ലക്സ്, അങ്ങനെ പല സംരംഭങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ പൊതുജനങ്ങൾ ധാരാളമായി എത്തുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് ഭീഷണിയായിട്ടാണ് ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ ഇവിടെ നിന്നൊരു 50 മീറ്റർ അപ്പുറത്ത് മാറ്റി സ്ഥാപിച്ച സ്ഥലം ലൊക്കേഷൻ കാണിച്ചു കൊടുത്തതാണ്. എന്നിട്ട് തന്നെ ഈ ട്രാൻസ്ഫോമർ ഇവിടെ തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് KSBക്കാർ ഇതിനിടയ്ക്ക് 6 മാസം മുമ്പ് ട്രെയിനും അനുബന്ധ സാമഗ്രികളൊക്കെ അടുക്കള വരികയും നാട്ടുകാരെ തടയുകയും പോലീസ് കേസൊക്കെ ആവുകയും ചെയ്തതാണ്. നിലവിൽ ഇത് ഇവിടുന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക് പിന്നീട് അധികൃതർ ഒരു നടപടി എടുത്തിട്ടില്ല. അതുകൊണ്ട് ഈ ട്രാൻസ്ഫോമർ മാറ്റം വരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ ഇവിടെ നടത്താൻ തന്നെയാണ് തീരുമാനം. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.